عن عائشة رضي الله عنها قالت: قلت يا رسول الله والذين يؤتون ما أتوا وقلوبهم وجلة أنهم إلى ربهم راجعون أهو الرجل يزني ويسرق ويشرب الخمر؟ قال لا يا بنت أبي بكر لكنه الرجل يصوم ويصلي ويتصدق وهو يخاف أن لا يقبل منه. ഇമാം തിർമിദി, അഹ്മദ് തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 60-ാമത്തെ വചനം, വല്ലദീന യുക്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുമല്ലോ എന്ന വിചാരത്തിൽ ഹൃദയങ്ങൾ വിറവുകൊണ്ട് ദാനം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലെ വചനം. അതായത് നാളെ റബ്ബിനെ കണ്ടുമുട്ടണം, ആ ഒരു ഭയപ്പാട് ഹൃദയത്തിൽ. ദാനം ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഭയപ്പാടോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ആ പറയപ്പെട്ട ആളുകൾ അങ്ങനെ ഭയപ്പാടോടുകൂടി പേടിയോടുകൂടി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ നബിയെ, അവർ അവർ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും കള്ളുകുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണോ നബിയെ? അവരിങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, ലാ യാ ബിന്ത അബീ ബക്കർ, അല്ല അബൂബക്കറിന്റെ മകളെ, ലാകിന്നഹു റജുലു, ആ മനുഷ്യൻ, ആ പറയപ്പെട്ട മനുഷ്യൻ, യസൂമു വയസ്വല്ലി വയതസദ്ദഖു, അയാൾ നോമ്പെടുക്കും, അയാൾ നമസ്കരിക്കും, അയാള് സ്വതക്ക ചെയ്യും. ഭയപ്പാടോടുകൂടി എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്? വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു, തന്നിൽ നിന്നും അത് സ്വീകരിക്കപ്പെടാതെ തള്ളിപ്പോകുമോ എന്ന ഭയപ്പാട്. അപ്പൊ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ഭയപ്പാട് എന്താണ്? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ്. ഈ ഹദീസ് ഇവിടെ നമുക്ക് നൽകുന്നത് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഒരു വിശ്വാസി നടത്തുന്ന ആത്മവിചാരണയുടെ ഒരു ചൈതന്യം, ആത്മവിചാരണയുടെ ഒരു ഭാഗമാണ് നമ്മോട് ഈ ഹദീസ് പറയുന്നത്. കാരണം എന്റെ കർമ്മങ്ങൾ, ഞാൻ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്. അപ്പോൾ എന്റെ റബ്ബ് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്നുള്ള ഭയപ്പാടോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അഥവാ അങ്ങേയറ്റത്തെ ഇഖ്ലാസ് അവന്റെ ഇബാദത്തുകളിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ ഒരു വചനം നമുക്ക് നൽകുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.